ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. ഇന്ന് ഞങ്ങൾ ബോംബെ ദർശൻ എന്ന് പറയുന്ന ബസ്സിന് ബുക്ക് ചെയ്തിട്ടുണ്ട്, ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം അതിന് പോകണമെങ്കിൽ നമുക്ക് ബോംബെയിലെ ഒരുവിധം മെയിൻ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇന്ന് ഇറങ്ങാണ്. അവർ കൊണ്ടുപോയി കാണിക്കും നമ്മളെ. അപ്പോൾ ഒരുവിധം എല്ലാ ഏരിയ അവർ കവർ ചെയ്യുമെന്ന് പറഞ്ഞു. അതാണ് ബെസ്റ്റ് ഓപ്ഷൻ. നമുക്ക് ബോംബെയിൽ വന്നു എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ രാവിലെ 7 മണിക്ക് ബസ്, ഇപ്പോൾ 6:15 സമയം. ഞങ്ങളെല്ലാവരും ഇതേ കാലത്ത് എനിക്ക് ഫ്രഷായി ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്കിന്ന് പോകുമ്പോൾ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ എല്ലാവർക്കും ലിജിയസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ റെഡിയായി. ഓൾറെഡി ഇതേവിടെ റോഡ് സൈഡിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം ഡെനിച്ചേട്ടൻ്റെ മോൻ, വല്യമ്മയുടെ മോൻ്റെ മോൻ, അവൻ ഇതേ വണ്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് എത്തേണ്ട ആ ഒരു സ്പോട്ടിലേക്ക് എത്തിക്കാനായിട്ട്. കാരണം അവിടെ നിന്നാണ് ബോംബെ ദർശൻ എന്ന് പറയുന്ന ബസ് എടുക്കുന്നത്. അപ്പോൾ അവിടെ വരെ എത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇത്തിരി ദൂരമുള്ളൂ. അത് അവൻ വണ്ടിക്ക് കൊണ്ട് നാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ 2 ട്രിപ്പ് അടിക്കുക, അല്ലെങ്കിൽ റിക്ഷയോ ഓട്ടോ എന്തെങ്കിലും വിളിക്കുക. ഓട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഓട്ടോ പോയി, ഓട്ടോയ്ക്ക് പോകുകയോ അല്ലെങ്കിൽ 2 ട്രിപ്പ് അടിക്കുക എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് മോനെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനകത്തേക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് കയറി പോകണം കേട്ടോ. ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്ന അതിരാവിലെ തന്നെ കേട്ടോ. 6:30 ഞങ്ങൾക്ക് അംബേദ്കർ നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തണം. അവിടെ നമ്മുടെ ബോംബെ ദർശൻ എന്ന് പറയുന്ന ആ ഒരു ബസ് എത്തും. അപ്പോൾ അതിനകത്ത് നമ്മൾ പോകണമെങ്കിൽ ബോംബെയിലത്തെ ഒരുവിധം ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് എല്ലാം അവർ നമ്മളെ കൊണ്ടുപോയി കാണിക്കും. അപ്പം അങ്ങനെ ഞങ്ങളിതാ അംബേദ്കർ നഗറിൽ എത്തി. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ എല്ലാവരും കൂടെ ഇതാ ഗ്രൂപ്പായിട്ടൊക്കെ ഓരോ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഫോട്ടോയും അതിനൊപ്പം കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന കേട്ടോ. ഞങ്ങൾ വണ്ടിക്ക് വന്നതാ, ഇവിടെ വന്നെത്തി. പുറകുവശത്തെ കൂടെ ബസ്സൊക്കെ പോകുന്നതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന വോയിസ് അത്ര ക്ലിയർ അല്ല ഇവിടെ. അപ്പം അങ്ങനെ ഡെനിച്ചേട്ടൻ്റെ മോൻ ഞങ്ങളെ ആക്കി തിരിച്ചു പോകണം. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ മോനെയും കൂട്ടി നിർത്തി 1-2 ഫോട്ടോസൊക്കെ എടുത്തത് കേട്ടോ. ഇതാണ് അംബേദ്കർ നഗർ ബോംബെയിലെ. അപ്പോൾ ഞങ്ങളോട് ഇവിടെയാണ് വന്ന് നിൽക്കാൻ പറഞ്ഞേക്കണേ. അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ജസ്റ്റ് റോഡ് സൈഡിലാണ് നമ്മൾ വന്ന് നിൽക്കണേ. ഇതേപോലെ ഒരു വണ്ടി വരും നമുക്കുള്ളതും. അപ്പോൾ ഞങ്ങളുടെ ബസ് എത്തിയിട്ടുണ്ട്, ബോംബെ ദർശൻ. അപ്പോൾ ഇതിൽ പോകണം ഞങ്ങൾ. അപ്പോൾ മോനോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങണം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ വഴിയിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കുറേ ആൾക്കാരിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ബസ്സിൽ ഇപ്പോൾ ഇഷ്ടംപോലെ സീറ്റ് കാലിയുണ്ട്. അപ്പോൾ കുറച്ച് പേരെ ഇപ്പോൾ ബസ്സിലായിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഈ കാണുന്നത് മുംബൈയിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ ആട്ടോ, മഹാനഗർ പാലിക. അപ്പോൾ ഞങ്ങളുടെ ബസ്സിനകത്ത് ഒരു ഗൈഡ് ഉണ്ട്. അപ്പോൾ ആള് നമുക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇൻഫർമേഷനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ബസ് നേരത്തെ തന്നെ ബുക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ഒരാൾക്ക് വരുന്നത് 350 രൂപയാണ്. അത് AC ബസ് ആയതുകൊണ്ടാണ് 350 രൂപ. നമ്മൾ AC ഇല്ലാതെ പോകണമെങ്കിൽ നമുക്ക് 250 രൂപയെ ഒരാൾക്കാവുന്നുള്ളൂ. हिंदी समझ में आती है ना, क्योंकि हम लोग रात तक हिंदी बोलने वाले, शाम तक नहीं, रात तक. अभी आप लोग जा रहे हो टूर का फर्स्ट पॉइंट कंप्लीट करने, गेट ऑफ इंडिया. गेट ऑफ इंडिया किसी के स्वागत के लिए बनाया, जैसे कि आप लोगों के स्वागत के लिए मुझे बनाया, वैसे गेट ऑफ इंडिया भी किसी के स्वागत के लिए बनाया. 1911 में जो ब्रिटिश जमाने के 5वें राजा थे, किंग जॉर्ज और क्वीन मैरी के लिए बनाया गेट ऑफ इंडिया को. जो फर्स्ट टाइम समुद्र के रास्ते से बॉम्बे आए थे, उनके वेलकम करने के लिए बनाया ईस्ट इंडिया कंपनी ने. और गेट ऑफ इंडिया के बाजू में आप लोगों को 2 बिल्डिंग देखना है, एक ओल्ड ताज, एक न्यू ताज. ओल्ड ताज बनाया गया 1904 में, यानी कि 1904 में, और न्यू ताज बनाया गया 1972 में. ये दोनों नमक वाले की प्रॉपर्टी. कौन सा नमक? टाटा नमक, जमशेदजी टाटा, रतन टाटा. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ ചേട്ടൻ എല്ലാം ഹിന്ദി തന്നെ ഉറക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ ബസ്സിനകത്ത് നിന്ന്. ये मिंट हाउस है टकसाल, जो आप लोग कॉइन यूज करते हो ना, 1 रुपए, 2 रुपए, 5 रुपए, 10 रुपए, वो यहाँ पे बनाए जाते. और इसी के ऊपर देखिए व्हाइट बिल्डिंग, ये RBI है, रिजर्व बैंक ऑफ इंडिया. और राइट साइड में देखेंगे ये ओल्ड RBI. लेफ्ट में देखिए ये एस्थेटिक लाइब्रेरी है.
टाउन हॉल, इस एरिया को आप लोगों ने बहुत सारी हिंदी मूवी में देखा होगा, जिसको हाई कोर्ट के रूप में दिखाया जाता है ज्यादातर. അങ്ങനെ കുറച്ച് ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു സ്ഥലത്ത് ബസ് നിർത്തിയേക്കട്ടോ. അപ്പോൾ ഇവിടുന്ന് ആൾക്കാർ കയറാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ബസ്സിന് വെയിറ്റ് ചെയ്തേക്കാണ്. അവരോട് പറഞ്ഞിരിക്കുന്ന ടൈമിൽ അവർ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ബസ് ഇവിടെ 2 മിനിറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ആ സമയത്ത് റജി സാറും ഷാരി സാറും അനിലേട്ടനും ഒക്കെ പുറത്തിറങ്ങി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കണം കേട്ടോ. ഞങ്ങളുടെ ബസ്സിലൂടെ നിർത്തിയേക്കാണ്. ഞങ്ങൾ ബസ്സിലൂടെ ജസ്റ്റ് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ചെറുതായിട്ട് ലഘു ഭക്ഷണം ബസ്സിന്റെ അടുത്തൂടെ ഒരാൾ കൊണ്ടുവന്നു. അപ്പം ചുമ്മാ മേടിച്ചതാണ്. വടയും ഇഡ്ഡലിയും, 2 ചട്നിയുണ്ട്. റെഡ് കളർ ചട്നിയും വൈറ്റ് ചട്നിയും. എല്ലാവരും ഇവിടെ ഇറങ്ങി കഴിക്കണം. ഇഷ്ടമുള്ളവർ വേണ്ടവർ കുറേ പേര് ബസ്സിൽ ഇരിപ്പുണ്ട്. AC ബസ്സാണ്. അപ്പോൾ ജലദോഷം ഒന്നും കൂടെ കൂടുതൽ. അങ്ങനെ കയറേണ്ടവരൊക്കെ എത്തിയിട്ടോ. അപ്പോൾ അവരെല്ലാവരും ബസ്സിൽ കയറി. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു. ചെറുതായിട്ടൊന്നും കഴിച്ചതാണ്, കാരണം നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ വീണ്ടും ഞങ്ങളുടെ യാത്രയൊക്കെ തുടർന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളെ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് റോഡൊന്ന് ക്രോസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നല്ല ട്രാഫിക്കാണ്. രാവിലത്തെ ടൈം ആയതുകൊണ്ട് തന്നെ ബോംബെയിലൊക്കെ നല്ല ട്രാഫിക് ആട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഗാർഡ് കൂട്ടത്തിൽ തന്നെയുണ്ട്, ഗാർഡിനെ നമ്മളെ കൊണ്ടുപോകുന്നത്. പിന്നെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇന്നലെ ഞങ്ങൾ സ്വന്തമായി വന്ന് കണ്ടിരുന്നു. പക്ഷേ എങ്കിലും അവർ മുംബൈ ദർശൻ എന്ന് പറഞ്ഞ ബസ്സിൽ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ അതിനകത്തും അവർ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ ബോട്ടിംഗ് കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ എലഫന്റ് കേവ്സിലേക്ക് അവർ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ വന്നത് എലഫന്റ് കേവ്സ് കാണാനാണ്. അപ്പോൾ അത് കാണാൻ വരുമ്പോൾ നമുക്ക് ഈ ഒരു വഴി കൂടെ തന്നെ വേണം അങ്ങോട്ടേക്കും പോകാനായിട്ട്. അപ്പോൾ ഞങ്ങളുടേതായ ഈ ഒരു ഗ്രൂപ്പ് കേട്ടോ, ഞങ്ങളുടെ ബസ്സിലുണ്ടായിരുന്നത് ഈ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. അവർക്ക് ഒത്തിരി സ്പോട്ടുകളുണ്ട്. അവരിന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് വൈകുന്നേരം വരെ ഒത്തിരി കാര്യങ്ങളുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ താജ്, ഇതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ അധികം എടുക്കുന്നില്ല. ഇനി നമ്മൾ ബോട്ടിങ്ങിനായിട്ട് പോകണം. ഇന്ന് 45 മിനിറ്റ്സിൻ്റെ ബോട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അതിനായിട്ട് അവർ നമുക്ക് ഇങ്ങനെ ഒരു ടിക്കറ്റൊക്കെ തന്നിട്ടുണ്ട്. നമ്മൾ ഈ ബസ്സിൽ പോകുന്നതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ടിക്കറ്റ് വരുന്നുണ്ട്. ഈ ടിക്കറ്റ് വെച്ചിട്ട് നമ്മൾ ഇത് വണ്ടിക്കാർ തരുന്നത് കേട്ടോ, നമുക്ക് ബസ്സുകാർ തരുന്നതാണ്. നമ്മൾ ഇവിടെ വന്ന് ടിക്കറ്റ് ഒന്നും എടുക്കാൻ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ബസ്സിന് ബുക്ക് ചെയ്ത് വരാണെങ്കിൽ. അപ്പോൾ ഡയറക്റ്റ് നമ്മളെ ബോട്ടിങ്ങിന് വിടണം. ബോട്ടിങ് നല്ല രസമായിരുന്നു കേട്ടോ. ഇന്നലെ എല്ലാവരും എൻജോയ് ചെയ്തു. എന്നാലും എല്ലാവർക്കും ബോട്ടിങ് ചെയ്ത് കൊതി മാറിയിട്ടില്ല. എല്ലാവർക്കും വീണ്ടും പോകണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ വീണ്ടും നമ്മുടെ ബോട്ട് ഇവിടെ റെഡിയാണ് കേട്ടോ. ബോട്ട് തൊട്ടടുത്തൂടെ പിടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതാ കയറിക്കൊണ്ടിരിക്കണം. ഞങ്ങളുടെ ബസ്സിലുള്ള ആൾക്കാരൊക്കെ ഇതാ കയറണം. ബോട്ടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വാഷ്റൂമിൽ പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം സെറ്റപ്പാണ് ഇതിനകത്ത്. ഞങ്ങളങ്ങനെ ബോട്ടിൽ കയറിയിട്ടോ. അപ്പോൾ ബോട്ടിൽ കയറിയിപ്പിക്കുന്ന നമുക്ക് അവർ പെട്ടെന്ന് തന്നെ നമ്മുടെ ലൈഫ് ജാക്കറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇടേണ്ടതൊക്കെ എടുത്തു തന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇട്ട് സെറ്റപ്പായി. അങ്ങനെ സീറ്റുകളിലൊക്കെ ഇരിക്കണം എല്ലാവരും. അപ്പോൾ നമുക്കിങ്ങനെ ബോട്ടിലിരുന്ന് ഈ വ്യൂ ഒക്കെ നല്ലപോലെ കാണാം കേട്ടോ. അപ്പോൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, അതുപോലെ താജ് ഹോട്ടൽ, അതുപോലെ മറ്റുള്ള ബോട്ടിങ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ബോട്ടിലിരുന്ന് കാണാം കേട്ടോ. പിന്നെ സ്പീഡ് ബോട്ട് കാര്യങ്ങൾ പോകുന്നതും ഒക്കെ കാണാൻ ഒരു നല്ല അടിപൊളി വ്യൂ ആണ് ബോട്ടിലിരുന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ഞങ്ങളുടെ ബോട്ടിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. എന്തായാലും 45 മിനിറ്റ് ഉണ്ട് നമുക്കിവിടെ കറങ്ങി പോകാനായിട്ട്. ഇന്നലെ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾ ഇന്നലെ വരില്ലായിരുന്നു. പക്ഷേ ഇന്നലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ എലഫന്റ് കേവ്സ് കാണാൻ വേണ്ടി പോയതാണ്. ഇന്ന് എലഫന്റ് കേവ്സിൽ അവർ കൊണ്ടുപോകില്ല. എലഫന്റ് കേവ്സിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 1 ഡേ വേണം നമുക്ക്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അത് മിക്കവാറും അവർ ഒഴിവാക്കിയത്. പിന്നെ നമുക്ക് ഒത്തിരി സ്റ്റെപ്സ് ഒക്കെ കയറി മുകളിലേക്ക് എത്താൻ ഒത്തിരി ടൈം ടേക്കിംഗ് ആണ്. ഇന്നലത്തേക്കാളും ബോട്ടുകൾ ഇന്ന് കാണാം കേട്ടോ. ഇഷ്ടംപോലെ ഫെറി ബോട്ട് കാണാം. നമുക്ക് ഇന്നലെയും കണ്ടായിരുന്നു കുറേ, എന്നാലും എനിക്ക് അതിലും കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഇന്നും നമ്മുടെ കിളികളൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഫുഡ് കഴിച്ചു പോയ കിളികളൊക്കെ ആയിരിക്കും ഞാനിങ്ങനെ മനസ്സിലോർത്തു. അവർ വീണ്ടും ഇങ്ങനെ ഓരോ ബോട്ടുകളുടെ അടുത്തേക്ക് കൂടെ ഒക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ കയ്യിൽ കൊടുക്കാൻ ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ ബസ്സിലാണ് ഞങ്ങളുടെ ബാഗ് കാര്യങ്ങളൊക്കെ വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അത് മാത്രമല്ല നമ്മളങ്ങനെ ഈറ്റബിൾ ഐറ്റംസ് ഒന്നും കൊണ്ടുവന്നുണ്ടായിരുന്നില്ല ബോട്ടിങ്ങിന്റെ സമയത്ത്. അങ്ങനെ ഇന്നത്തെ ബോട്ടിങ് 45 മിനിറ്റ് ബോട്ടിങ് ഉണ്ടായിരുന്നത് തീർന്ന് ഞങ്ങളിതാ റിട്ടേൺ അടിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ കരയ്ക്ക് അടുത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോരാണ്. ഇന്നലെ നമ്മൾ ബോട്ടിംഗ് ചെയ്ത് എലഫന്റ് കേവ്സ് കാണാൻ പോയായിരുന്നു. ഇന്ന് നമ്മളങ്ങനെ എലഫന്റ് കേവ്സ് കാണിക്കാൻ ഇവർ കൊണ്ടുപോകണില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ വന്നത് എന്തായാലും നന്നായി. എലഫന്റ് കേവ്സ് കാണാൻ പറ്റി. എങ്ങനെ ഉണ്ടായിരുന്നു ബോട്ടിംഗ്? ഈ ബാക്കിയുള്ളവരൊക്കെ എവിടെ എത്തിയില്ലല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു ബോട്ടിംഗ്?
അതുകൊണ്ട് കുറെ കാര്യങ്ങൾ അറിഞ്ഞു. ആണല്ലേ? അവരിങ്ങനെ അപ്പൊ അങ്ങനെ ഞങ്ങള് തിരിച്ച് ബസ്സിന്റെ അടുത്തേക്ക് വന്നേക്കണേ. അപ്പൊ ഇതാണ് നമ്മൾ ഇന്നലെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ടീഷർട്ട്. ഇവർക്ക് അഞ്ജുവിനും ചിപ്പിക്ക് വാങ്ങിച്ച ടീഷർട്ട് സെയിം ആണ് രണ്ടുപേരുടെയും. പിന്നെ അഞ്ജുവിന് ഒരു പേഴ്സും വാങ്ങിച്ചിട്ടുണ്ട്. പേഴ്സ് കാണിച്ചു അഞ്ജു, ഇതാ അവിടെ പോക്കറ്റൊക്കെയുള്ള പേഴ്സ് വെച്ചിട്ട് മൊബൈലും പൈസയൊക്കെ വെക്കാനായിട്ട്. അപ്പം അങ്ങനെ പിന്നെ ഇവിടെ രണ്ടുപേരും ശരിയാ. ഇവിടെ തൊട്ടടുത്ത് തന്നെ ചിപ്സും ഐസ്ക്രീമും കാര്യങ്ങളൊക്കെയുള്ളൊരു കടയുണ്ട്. അപ്പോൾ ഇവിടെ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കണുണ്ട്. നമ്മൾ പോകുന്നത് ഛത്രപതി ശിവാജി മഹാരാജ് വാസ്തു സംഗ്രഹാലയം, നമ്മുടെ മ്യൂസിയത്തിലേക്ക് പോകണം. അപ്പോൾ അവർ ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഇവിടേക്ക് പോകാനുള്ള ടിക്കറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മൾ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ്. ശ്രീ ടീച്ചറെ വാ. നമ്മുടെ കയ്യിലുള്ള ലഗേജ് ബാഗുകളെല്ലാം ഇവിടെ വെച്ചിട്ട് വേണം നടന്നു പോകാൻ. അപ്പോൾ അവർ ലഗേജ് ബാഗൊക്കെ വെച്ച് ഇതാ വരുന്നതേ ഉള്ളൂ. ഷാരിസിൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാ ഇവിടേക്കുള്ള നമ്മുടെ മ്യൂസിയം ടിക്കറ്റ് അത്. ഒത്തിരി ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സ്കൂൾ കുട്ടികളും ഉണ്ട് കേട്ടോ. സ്റ്റുഡൻസ് ഒത്തിരി പേരുണ്ട്. അവരുടെ ഒരു ലോങ് ക്യൂ കാണാം. പിന്നെ അതേ ഒത്തിരി ആൾക്കാർ മുന്നിൽ ലൈനിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മ്യൂസിയത്തിന്റെ ഉള്ളിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നടന്ന് കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട് നമുക്ക്. ഇതൊരു 2-3 ഫ്ലോർ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇതിങ്ങനെ ഒരു സർക്കിൾ രൂപത്തിലാണ് ഈ ബിൽഡിംഗ്. അപ്പോൾ നമ്മളിങ്ങനെ 4 ചുറ്റും ഇങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്, കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതലായിട്ട് നമുക്കിവിടെ താഴത്തെ ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും ഒക്കെ കാണാൻ പറ്റിയത് ഇങ്ങനെ മൂർത്തികളും അതുപോലെ തന്നെ കല്ലുമ്മ കൊത്തിയെടുത്തിരിക്കുന്ന പല പല ശിവൻ്റെയും നടരാജൻ്റെയും അങ്ങനെയൊക്കെയുള്ള പല പല മൂർത്തികളുണ്ട്, വിഗ്രഹങ്ങൾ. അപ്പോൾ ആ ടൈപ്പ് ആണ് ഇവിടെ നമുക്ക് കൂടുതൽ കാണാനുള്ളത്. ഇതൊക്കെ ഇങ്ങനെ പല പല സ്റ്റോണുകളും കൊത്തുപണി ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അവിടെ കണ്ടില്ല എന്ത് ഭംഗിയാന്ന്. ഇവിടെ ഉണ്ട് ഫ്രണ്ടിൽ. ഇനി നമുക്ക് മുകളിലേക്ക് കയറണം. മുകളിലുണ്ട്. അപ്പോൾ കുറച്ച് പേര് പോയി കഴിഞ്ഞു, കുറച്ച് പേര് പുറകിക്കൂടെയൊക്കെ വരുന്നതേ ഉള്ളൂ. മുകളിൽ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ 4 വശത്തൂടെ റൗണ്ട് സർക്കിൾ അടിച്ചിങ്ങനെ നമുക്ക് കാണാം. ഇത് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കണ്ടോ, അടിപൊളിയല്ലേ? പീരീഡിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഗ്ലാസ് മേക്കിംഗ് കാര്യങ്ങളൊക്കെ ഇട്ടത്. ഗ്ലാസ് മേക്കിംഗ് ഒത്തിരി ഗ്ലാസ് ബീഡ്സ് കൊണ്ടും പിന്നെ ഫാൻസിഫുൾ ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുവിധം കാഴ്ചകളൊക്കെ കണ്ട് മ്യൂസിയം കാഴ്ചയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതിന് തിരിച്ചു പോകാൻ പോകണം. അപ്പോൾ കുറച്ച് പേരൊക്കെ എത്തി, താഴത്തേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ച് പേര് ഇപ്പോഴും മോളിലാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അവരും കൂടെ എത്തിയിട്ട് വേണം ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് പോകാൻ. അപ്പോൾ അങ്ങനെ മ്യൂസിയമൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് ബസ്സിലേക്ക് കയറണം. നമ്മുടെ ബസ് ഇവിടെ കിടപ്പുണ്ട്. 0728 അതാണ് നമ്മുടെ ബസ്സിൻ്റെ നമ്പർ. അങ്ങനെ നമ്മുടെ മ്യൂസിയം കാണാനുള്ള ടൈം കഴിഞ്ഞു. എല്ലാ സ്ഥലങ്ങളിലും ലിമിറ്റഡ് ടൈം കേട്ടോ. ഇവർ നമ്മളെ ബസ്സിനെ കൊണ്ടുവന്ന് കാണിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ എക്സ്ട്രാ ടൈമൊന്നും നിൽക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും എന്താ തിരിച്ച് ബസ്സിൽ കയറി. ഇനി നമ്മുടെ ഗൈഡ് ഇവിടെ നിന്നുള്ള ബാക്കി അനൗൺസ്മെന്റുകളും നടത്തുന്നത് നമുക്ക് കേൾക്കാട്ടോ. पॉइंट एरिया
ये पूरा एरिया कमर्शियल एरिया है। इस एरिया में 1.5 से 2 लाख पब्लिक डेली काम करती है। 25 से 30 हजार पब्लिक काम ढूंढने निकलती है डेली। इस एरिया में कभी आप लोग आए और स्टेशन जाने का रास्ता भूल गए तो टैक्सी या बस पकड़ने की जरूरत नहीं है आपको। शाम को जब 6 बजते ना, 6 ऑफिस छुट्टी होती है ना, लेफ्ट और राइट के फुटपाथ पे खड़े रहना है। बाकी का काम पब्लिक करती है। धक्का मारते मारते, सॉरी बोलते बोलते आपको स्टेशन में नहीं सीधा ट्रेन में बिठा लेंगे यहाँ के लोग। कितना फ्री में सेवा करेंगे शाम को। इस एरिया में अगर आपको रूम, मकान, बंगलो कुछ भी खरीदना है तो पूरा हमारा एक विलेज, पूरा एक गाँव बेच के आना पड़ेगा। सबका ज्यादातर हेड ऑफिस इसी एरिया में बनाएंगे, नरीमन पॉइंट एरिया में। और जैसी गाड़ी सिग्नल क्रॉस करेगी, राइट साइड में देखेंगे अंदर ऊंचा सा टावर नजर आएगा जिसपे वॉच लगा है, घड़ी। इस टावर का पूरा नाम है राजा भाई मीराबाई क्लॉक टावर। इसकी हाइट है 260 फीट, 260 फीट। इसको बॉम्बे यूनिवर्सिटी के कैंपस के बीच में बनाई गई। यहाँ से देखिए नजर आएगा आपको क्लॉक टावर, आगे से भी देखेंगे वो भी आपको पूरा नजर आएगा। क्लॉक टावर, ठीक टावर के बैक साइड में देखिए रेड बंगलो, रेड बंगलो में हाई कोर्ट, उच्च न्यायालय। संजय दत्त को महीने की तारीख में वहाँ आना जाना पड़ता है। आप लोग सचमुच का मत समझो। और ये जो आपको ग्राउंड नजर आ रहा है, इस ग्राउंड का नाम है ओवल ग्राउंड। पूरे वर्ल्ड में 2 ही ओवल ग्राउंड है, एक इंग्लैंड में, दूसरा मुंबई में। और राइट साइड में देखिए, राइट साइड में व्हाइट बिल्डिंग, राइट में पेट्रोल पंप के आगे व्हाइट वाली बिल्डिंग नजर आएंगी आपको। ये व्हाइट बिल्डिंग है मंत्रालय, CM ऑफिस, चीफ मिनिस्टर ऑफिस। ഞങ്ങളുടെ കൂടെ ബസ്സിലുണ്ടായിരുന്ന ഗൈഡ് നല്ല സ്മാർട്ട് ആയിരുന്നു കേട്ടോ. ആൾക്ക് നല്ല നോളജാണ്. ഓരോ സ്ഥലങ്ങളെ പറ്റി ആൾക്ക് കംപ്ലീറ്റ് ബൈ ഹാർട്ടായിട്ട് അറിയാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും നല്ലപോലെ തന്നെ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. പക്ഷേ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ സംസാരിക്കാൻ അറിയാം കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ലപോലെ നമുക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്ന് അങ്ങനെയാണ് ഞങ്ങൾക്കും ഓരോരോ കെട്ടിടങ്ങളെ പറ്റിയൊക്കെ മനസ്സിലായത്. 90 मिनट तक एक राउंड कंप्लीट करता है। देखिए येलो बिल्डिंग के आगे देखिए ऊपर ये रिवॉल्विंग होटल है। नसीब मूवी की शूटिंग उसी होटल में की गई थी। और राइट साइड में देखेंगे आपको टनल नजर आएगा, लेफ्ट और राइट दोनों तरफ आपको एक टनल नजर आएगा। ये अंदर वाटर ब्रिज बनाई गई है, कोस्ट ऑफ बोट। ഇതാണ് കോസ്റ്റൽ റോഡ്. ഇന്നലെ നമ്മൾ രാത്രി തിരിച്ചു വന്നത് ഈ വഴി കൂടെയായിരുന്നു. और राइट साइड में देखेंगे फिश एक्वेरियम, मछली घर, मछली राइट में नजर आएगा आपको। देखिए यहाँ से एक्वेरियम, ये लॉकडाउन से क्लोज है, इसका काम चालू है रिनोवेशन का। इसके अंदर भी जाने के लिए टिकट लगता है। ये बिल्डिंग होगा ब्लूसन कॉलेज, सिटी कॉलेज, मुन्ना भाई MBBS मेडिकल कॉलेज, RCB, ऐसी बहुत सारी हिंदी मूवी की शूटिंग इसी कॉलेज में की गई। जब से आगे RCB मूवी की शूटिंग हुई, यहाँ के प्रिंसिपल का कहना है बच्चे एडमिशन करके राइट साइड में और पढ़ाई देखिए लेफ्ट साइड के फुटपाथ पे करते। एक ग्रुप में 2 लोग पढ़ते। നമ്മൾ ഹാങ്ങിങ് ഗാർഡൻ കാണാൻ പോവാണ്. ഇവിടെ ബസ് നിർത്തി നമ്മൾ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹാങ്ങിങ് ഗാർഡൻ, കമല നെഹ്റു പാർക്ക്. ഒരുപാട് ആൾക്കാർ ഇതെല്ലാം കാണാനായിട്ട് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി ടൂറിസ്റ്റുകൾ നമ്മുടെ ബസ്സിൽ നിന്നുള്ളവർ മാത്രമല്ല, വേറെ ഒത്തിരി പേര് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹാങ്ങിങ് ഗാർഡൻ, ബോട്ട് ഹൗസ് എല്ലാം ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബൂട്ട്. നോക്കിയ ബൂട്ട് സൂപ്പർ. ഞങ്ങളിവിടെ എല്ലാം ഓടി നടന്നു കണ്ടു കേട്ടോ. കാരണം നമുക്ക് അത്രേ ടൈമുള്ളൂ. അവർ നമുക്ക് ടൈം പറഞ്ഞിട്ടുണ്ട്, ഇന്ന ടൈമിൽ തിരിച്ച് ബസ്സിലെത്തണമെന്ന്. ഓടി നടന്ന് കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ ആട്ടോ നമ്മൾ പെട്ടെന്ന് കണ്ടു പോകുന്നത്. പിന്നെ കിട്ടിയ സമയത്തൊക്കെ നല്ല ഒരു വ്യൂ ഒക്കെ കണ്ടുകൊടുത്തു. നിങ്ങൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ ഒത്തിരി നേരം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഹാങ്ങിങ് ഗാർഡനിലും ബൂട്ട് ഹൗസിലും ഒക്കെ കൂടെയാണ് എല്ലാം ഒരുമിച്ചോടെ. ബൂട്ട് ഹൗസ് കാണിച്ചു. ബൂട്ട് ഹൗസിന്റെ മുകളിൽ കുറച്ച് പേര് കയറിയിട്ടുണ്ട്. ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ഇരിക്കാനുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. എല്ലാവരും കൂടെ ഇങ്ങനെ ഗ്രൂപ്പായിട്ടൊക്കെ പോകുമ്പോൾ നല്ല രസമല്ലേ. ഇവിടെ നല്ല രസമായിട്ട് ഈ ഗാർഡനിൽ ചെടികളൊക്കെ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് നീങ്ങി നിറച്ച് ബോഗൻവില്ലയുടെ പ്ലാന്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചെറിയ 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 പ്ലാന്റ്സ് ആണെങ്കിലും അതുമെല്ലാത്തുമേയും ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെയും നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സീനറിയാണ്. അപ്പൊ ഞങ്ങളിവിടെ നിന്ന് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് എല്ലാവരും മാറി മാറി നിന്ന് ഒത്തിരി ഫോട്ടോസ് എടുത്തു.
പിന്നെ നമ്മളോട് അവർ പറഞ്ഞിരുന്ന ടൈം ദേ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ബോട്ട് ഹൗസിലാണ്. ഇനി നമുക്ക് ഹാങ്ങിങ് ഗാർഡനിലേക്ക് കിടക്കണം. അപ്പോൾ അങ്ങോട്ടേക്ക് ഞങ്ങൾ വേഗത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഹാങ്ങിങ് ഗാർഡനിലേക്ക് പോകണം കേട്ടോ. ഇവിടെ നമുക്ക് അധികം ടൈമൊന്നുമില്ല, ഓടി കണ്ടു വരണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാങ്ങിങ് ഗാർഡൻ. ഹാങ്ങിങ് ഗാർഡനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. റോഡിൻ്റെ ഒരു സൈഡിൽ ബോട്ട് ഹൗസും ഒരു സൈഡിൽ ഹാങ്ങിങ് ഗാർഡനുമാണ്. നമ്മൾ ബോട്ട് ഹൗസിൽ പോയി വന്നു. ഇതാണ് നമ്മുടെ ഹാങ്ങിങ് ഗാർഡൻ. ഇത് നല്ലൊരു വാസ്റ്റ് ഏരിയ ആണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നടന്ന് കാണാനൊക്കെ ഒരുപാട് ഏരിയ ഉണ്ട്. പക്ഷെ നമുക്ക് ടൈം വളരെ കുറവാണ് കേട്ടോ. നമുക്ക് എടുക്കേണ്ട ഒരു ടൈം മൊത്തമൊക്കെ എടുത്ത് സ്പെൻഡ് ചെയ്ത് അങ്ങനെ കാണാനൊന്നും പറ്റില്ല കേട്ടോ. പെട്ടെന്ന് ഓടി വരണം എന്ന് പറഞ്ഞേക്കണേ. ഇവിടെ ഉണ്ട് ഒരു കുറച്ച് ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ, ഫ്ലവറൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഗാർഡനാണ്. പക്ഷെ നമുക്ക് ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യാനില്ല ഇവിടെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുക കേട്ടോ. ഇതിന്റെ ബാക്കി ഭാഗമൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ വരാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.